ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈറ്റ് സിമൻറ്റ് കൊണ്ട് ഒരു അടിപൊളി ഇൻഡോർ പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇൻഡോർ പോട്ടിന് പകരം നമുക്കിത് പെൻ ഹോൾഡറായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും. നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു കാർഡ്ബോർഡിൽ 13 സെൻറ്റിമീറ്റർ വീതിക്കും 10 സെൻറ്റിമീറ്റർ പൊക്കത്തിനും പിന്നെ അത് കറക്റ്റ് സ്ക്വയറായിട്ട് വരയ്ക്കുക. വരച്ചിട്ട് അടിസൈഡിൽ 2 സെൻറ്റിമീറ്റർ അകത്തോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ചരിവ് മുകളിലത്തെ 13 സെൻറ്റിമീറ്ററിൻ്റെ എൻഡിൽ കൊണ്ട് വരച്ച് തീർക്കുക. അങ്ങനത്തെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് 10 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ പൊക്കവുമുള്ള മറ്റൊരു കാർഡ്ബോർഡിൻ്റെ പീസും കൂടെ അടിസൈഡ് 6 സെൻറ്റിമീറ്ററും അങ്ങനത്തെ ഒരു 2 പീസും കൂടെ വെട്ടിയെടുക്കുക. അത് വെട്ടിയെടുത്തിട്ട് നമുക്ക് ആ എല്ലാ പീസും കൂടെ ഒന്നിച്ച് ടേപ്പിന് ഒട്ടിച്ച് ചേർക്കാം. അപ്പം ഒട്ടിച്ചേർക്കപ്പോൾ വീതിയുള്ള 2 പീസുകൾ അപ്പുറവും ഇപ്പുറവും ഒട്ടിക്കുക. 2 ചെറിയ പീസ് അതിൻ്റെ മറ്റു ചെറിയ ഭാഗത്തും ഒട്ടിച്ചേർക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസൈഡ് അടയ്ക്കാൻ വേണ്ടി മറ്റൊരു കാർഡ്ബോർഡിൻ്റെ പീസും കൂടെ എടുത്ത് അടിസൈഡും കൂടെ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്തതും പഴയ കോട്ടൺ തുണിയും. ഇപ്പോൾ പഴയ കോട്ടൺ തുണി വൈറ്റ് സിമൻറ്റിൽ നല്ലോണം മുക്കിയിട്ട് നമുക്ക് കാർഡ്ബോർഡിൻ്റെ പീസ് മോൾഡിന് പകരം ഉണ്ടാക്കിയ കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ പുറത്ത് നല്ലോണം ചുറ്റിയെടുക്കാം. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ പീസ് നിങ്ങളിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് തുണി ചുറ്റിയെടുക്കുന്നത് നമുക്ക് 1-2 ലെയർ എത്ര വേണോ കട്ടിക്ക് ഒട്ടിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഒട്ടിച്ചിട്ട് ഏകദേശം ഒരു 3 മണിക്കൂർ നല്ലോണം ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കുക. അപ്പോൾ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വൈറ്റ് സിമൻറ്റ് നല്ല കട്ടിക്ക് മിക്സ് ചെയ്യുക. നമുക്ക് ഉണങ്ങിയ മോൾഡിൻ്റെ പുറത്ത് നല്ലവണ്ണം ചെറിയൊരു 1/4 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിൽ നല്ലവണ്ണം കട്ടിക്ക് തന്നെ തേച്ച് പിടിപ്പിച്ചെടുക്കാം എല്ലാ സൈഡും. അപ്പോൾ ഏകദേശം ഒട്ടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ലൂസാവാതെ ഒരു മീഡിയം കട്ടിക്ക് കരണ്ടി കൊണ്ടോ കത്തി കൊണ്ടോ അല്ലെങ്കിൽ പുട്ടി ബ്ലേഡ് കൊണ്ടോ നമുക്ക് ഒട്ടിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ മിക്സ് ചെയ്ത് ശകലം ഒന്ന് ലൂസായി പോയി. അപ്പം 1-2 ലെയർ ഉണങ്ങുന്നതിനനുസരിച്ച് നമുക്ക് അതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുന്നത് ഏകദേശം 24 മണിക്കൂർ നല്ലവണ്ണം ഉണങ്ങാൻ വെച്ചേക്കുക. നല്ലവണ്ണം ഒട്ടിച്ചിട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തുള്ള കാർബണിൻ്റെ പീസെല്ലാം ഇളക്കി മാറ്റാം. ഇനി അത് കഴിഞ്ഞിട്ട് 80ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ആ ചെറിയതായിട്ട് കാണുന്ന തടുപ്പെല്ലാം നല്ലവണ്ണം പേപ്പർ ഇട്ടെടുക്കാം. അപ്പോൾ പേപ്പർ ഇട്ട് മാക്സിമം ചെറിയൊരു ഫിനിഷിങ്ങിൽ തന്നെ പേപ്പർ ഇട്ട് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ താഴ്ത്തി വെച്ചും പേപ്പർ ഇട്ടെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ കയ്യിലെ വിരലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ നോർമലായിട്ട് സാധാ ഇതിൽ തന്നെ പേപ്പർ ഇട്ടെടുക്കുന്നത് എല്ലാ വീഡിയോയിലും. അത് കഴിഞ്ഞിട്ട് വൈറ്റ് സിമൻറ്റ് ഒരു മീഡിയം ലൂസിന് കലക്കിയിട്ട് നമുക്ക് അതിൻ്റെ അകത്തെ സൈഡിലെ തുണികളെല്ലാം മറഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം കറക്കിയെടുക്കുക. അപ്പോൾ അതൊരു 1-2 തവണ ഉണങ്ങുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുമ്പം അകത്തുള്ള തുണിയെല്ലാം മറഞ്ഞു കിട്ടും. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് 2 ചെറിയ കമ്പിത്തുണ്ടുകളാണ്, ചെറിയ നൈസ് കമ്പികൾ. അപ്പോൾ ആ 2 കമ്പിത്തുണ്ടുകൾ ചെറുതായിട്ടൊന്ന് വളച്ച് നമുക്ക് പോട്ടിൻ്റെ 2 മൂലകളിലായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ട് ഒരു കുറച്ച് അതൊന്ന് മറഞ്ഞു കിട്ടത്തക്ക രീതിയിൽ വൈറ്റ് സിമൻറ്റ് അതിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. അത് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ അടുത്ത വൈറ്റ് സിമൻറ്റ് കട്ടിക്ക് തന്നെ കൈകൊണ്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്യാറ്റിൻ്റെ മോഡലുള്ളൊരു പോട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ചെവിയുടെ മുകൾ ഭാഗത്താണ് നമ്മൾ കമ്പി വെച്ച് വൈറ്റ് സിമൻറ്റ് കൂടെ ഒട്ടിച്ചെടുക്കുന്നത്. അത് നല്ലവണ്ണം ഒരു നമുക്ക് ആവശ്യം പോട്ടിൻ്റെ സൈസിന് അനുസരിച്ച് ഉള്ള പൊക്കത്തിന് തേച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അത് ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് ചെറിയ കത്തി ഉപയോഗിച്ച് അതിനെ കറക്റ്റ് ചെവിയുടെ ആകൃതിയിൽ തന്നെ കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ ചെവിയുടെ അകത്തെ സൈഡിൽ ഒന്ന് ചെറിയൊന്ന് കുഴിച്ച് അതിനൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ ബോർഡറൊന്ന് കാണിച്ച് അതിനകത്തെ സൈഡ് മാത്രം ചെറിയ കരണ്ടി ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇനി അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കണ്ണിൻ്റെ ഭാഗത്ത് ഉള്ള ചെറിയതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം
അവിടെ നമ്മുടെ പോട്ടിൻ്റെ സൈസിന് അനുസരിച്ച് അവിടെയും കൂടെ റൗണ്ടിന് കറക്റ്റ് ചെയ്തെടുക്കുക. അതെല്ലാം കഴിഞ്ഞ് ചെവിയുടെ അകത്തെ സൈഡ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇനി അതെല്ലാം കഴിഞ്ഞ് അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിസൈഡിൽ ആ കാലിൻ്റെ ഭാഗം വരുന്ന അവിടെ വൈറ്റ് സിമൻറ്റ് റൗണ്ട് ഷേപ്പിൽ ഉരുട്ടി അവിടെയും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് പോട്ടിൻ്റെ 4 സൈഡിലും ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് അവിടെ നമുക്ക് വേണ്ടൊരു സൈസിൽ ഉരുട്ടി ഒന്ന് വയ്ക്കാം വൈറ്റ് സിമൻറ്റ്. അപ്പോൾ അത് 4 നല്ലോണം ഉരുട്ടി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അടി സൈഡിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസും എല്ലാം ചേർത്ത് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്കത് ഉണങ്ങാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 80ൻ്റെ സാൻഡ് പേപ്പറാണ്. 80ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലോണം പേപ്പർ ചെയ്തെടുക്കുക. എല്ലാ തടുപ്പും 80ൻ്റെ പേപ്പർ ഉപയോഗിച്ച് പിടിക്കുമ്പോൾ ആ തടുപ്പെല്ലാം മാറി കിട്ടും, നല്ല ഫിനിഷിങ് കിട്ടും. അഥവാ നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടിയില്ലെങ്കിൽ 220ൻ്റെ പേപ്പറും കൂടെ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ കളറാണ്. ആക്രിലിക്കിൻ്റെ വൈറ്റ് കളർ. അപ്പോൾ വൈറ്റ് കളർ ആദ്യം ഒരു 2 കോട്ട് നല്ലോണം അടിച്ചു കൊടുക്കുക. അതെല്ലാം കഴിഞ്ഞ് കണ്ണിൻ്റെ ഭാഗത്ത് നമുക്ക് ആക്രിലിക്ക് ബ്ലാക്ക് അടിക്കാം. അത് കഴിഞ്ഞ് ആ ചെവിയുടെ അക സൈഡിൽ ആക്രിലിക്കിൻ്റെ ഓറഞ്ച് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ണിൻ്റെ ഒരു ഭാഗത്ത് മാത്രം വെളി സൈഡിൽ ആക്രിലിക്കിൻ്റെ ബ്ലൂ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ണിൻ്റെ ഒരു ഭാഗത്തും അത് കഴിഞ്ഞ് അടി സൈഡിൽ കാലിൻ്റെ നേരെ തിരിച്ചുള്ള സൈഡിലും കൂടെ ആക്രിലിക്കിൻ്റെ ബ്ലൂ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കളറാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ CD മാർക്കറാണ്. അപ്പോൾ CD മാർക്കർ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ വായുടെ ഭാഗം കൂടെ ഒന്ന് കറക്റ്റ് വരച്ചെടുക്കാം. അത് കഴിഞ്ഞ് 2 സൈഡിലെയും ആ കണ്ണിൻ്റെ 2 സൈഡിലും 2 വര ഇട്ട് കൊടുക്കുക. പിന്നെ വായുടെ സൈഡിൽ കറക്റ്റ് ഇവിടെ കട്ടിക്ക് വേണമെങ്കിൽ CD മാർക്കർ ഉപയോഗിച്ച് തന്നെ നമുക്ക് കട്ടി കൂട്ടി വരച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ വൈറ്റ് കളറാണ്. വൈറ്റ് കളർ ഉപയോഗിച്ച് നമുക്ക് ആ കണ്ണിന് അകത്ത് 2 ചെറിയ ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഇനി പോട്ട് നല്ലോണം ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ക്ലിയർ വാർണിഷും കൂടെ അടിച്ചു കൊടുത്താൽ കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.